അപ്പോൾ ആ ചരിത്ര ദൗത്യത്തിന്റെ ഒരു നിർണായക ഘട്ടമാണ് ഇപ്പോൾ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇനി ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശമാണ്. അത് പുലർച്ചെയാണ് നടക്കുക. അതിന്റെ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുകയും ചെയ്യും. പ്രജിനിലേക്ക് ഒരിക്കൽ കൂടി. പ്രജിൻ, ഇനി എപ്പോഴായിരിക്കും കൃത്യമായി ആ എൻട്രി, ആ ഗൃഹപ്രവേശം പോലെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശം? നേരത്തെ ഗോകുല് പറഞ്ഞപ്പോഴാണ് നേരത്തെ ഈ മറ്റു ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് അവിടെയുള്ള ഈ ISS-ലുള്ള യാത്രികർ പറഞ്ഞൊരു കാര്യമുണ്ട്. വി ആർ വെയിറ്റിംഗ് വിത്ത് ഫ്ലോട്ടിംഗ് ഹഗ്സ് എന്നാണ്. കാരണം ഫ്ലോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ അവർ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ അതിന് 2 മണിക്കൂർ കൂടി സമയമുണ്ട്. അത് 1:26 സംഭവിക്കുക. അപ്പം 3 പേരും വലിയ ത്രില്ഡാണ്. അനിൽ ഒഴികെ ബാക്കി 2 പേരും ഇതിനോടകം തന്നെ നേരത്തെയും യാത്ര നടത്തിയവരാണ്, ബഹിരാകാശത്ത് പോയവരാണ്. അതിപ്പോൾ അന്നാക്കിക്കിനി ആണെങ്കിലും ദുബ്രവ് ആണെങ്കിലും നേരത്തെ തന്നെ യാത്ര നടത്തിയവരാണ്. അവർക്കിതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അനിലിന് ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. മലയാളികൾക്ക് ഇത് ആ രീതിയിലുള്ള ഒരു ആവേശവും സന്തോഷവും ഒക്കെ തരുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗിലാണ്. ആ 1:26 സമയത്തായിരിക്കും ഇവർ അകത്തേക്ക് പ്രവേശിക്കുക. അതിനുശേഷം 2 ആഴ്ച കൊണ്ട് ഈ പുതിയ ടീം വന്നതുകൊണ്ട് തന്നെ 3 പേർ അധികമായി അവിടെ ഉണ്ടാകും. 10 പേരാവും ഇപ്പോഴത്തെ അംഗസംഖ്യ. ഇവർ കൂടി എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ 7 പേരൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് 3 പേർക്ക് തിരികെ ഭൂമിയിലേക്ക് മടങ്ങാം. അതിനായുള്ള ഒരു കാത്തിരിപ്പ് 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാകും. അതിനുശേഷം അവർക്ക് മടങ്ങുകയും ചെയ്യാം. പക്ഷേ അനിലും സംഘവും അടുത്ത 8 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങുകയും ചെയ്യും. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തും. അതിന്റെ ഓരോ നിമിഷം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അനിലിന്റെ ഒരു രീതി വെച്ചിട്ട്, അനിൽ മേനോൻ ഈ എക്സിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ആക്റ്റീവാണ്. എക്സിലൊക്കെ നിരന്തരമായി അപ്ഡേറ്റുകൾ തരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അനിൽ അതിന്റെയൊക്കെ അപ്ഡേറ്റുകൾ എക്സിൽ നൽകുന്നതാണ്. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഗൂഗിൾ തീർച്ചയായും പ്രചാരം കൗതുകപൂർവ്വം ആകാംക്ഷാപൂർവ്വം ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ്. ബഹിരാകാശ പരിവേഷണ രംഗം കാത്തിരിക്കുകയാണ്. ഒപ്പം മലയാളികൾക്ക് അഭിമാന നിമിഷം. അങ്ങനെ ഒരു മലയാളി ബഹിരാകാശ നിലയത്തിൽ ചെന്ന് തൊട്ടിരിക്കുന്നു. ഇനി ബഹിരാകാശ നിലയത്തിനുള്ളിലേക്കുള്ള പ്രവേശനമാണ്. അതിനായി കുറച്ച് സമയം കൂടി, ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.